നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികളൊന്നും കയറുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികൾ പോവാത്തത്? ഒന്നാമത് മലമ്പുഴ ഡാം വരെയാണ് ആളുകളുള്ളൂ. സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് ഇല്ല. എന്താ പറഞ്ഞാൽ കുനിപ്പുള്ളിക്ക് ഒരു ബസ് ഉണ്ട് ആ വഴിക്ക്. അത് കാരണം കൊണ്ട് ആ വണ്ടിൻ്റെ സമയത്ത് എല്ലാവരും അതിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ സമയത്തൊന്നും ആളുണ്ടാകാറില്ല. പിന്നെന്താ, സ്റ്റാൻഡ് ഡാം വിട്ടിട്ട് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്. നിങ്ങൾക്ക് പെർമിറ്റിൻ്റെ പ്രശ്നമുണ്ടോ അങ്ങോട്ട്? ഇല്ല, അപ്പം സ്റ്റാൻഡ് വരെ പോകണമെന്നാണ് എല്ലാ വണ്ടിക്കും. പക്ഷേ നമ്മൾ പോകാറില്ല എന്ന് മാത്രം. ആളില്ലാത്തതുകൊണ്ട് പോകണില്ല. ഡീസൽ നഷ്ടം, സമയനഷ്ടം അത് തന്നെയാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക്, അതായത് അവിടെ ബാത്റൂം ഇല്ല, ഒരു അതാ പറയണേ, യാത്രക്കാർ കുടിക്കാൻ പറഞ്ഞാൽ ചായക്കടയില്ല, അവിടെ ചായക്കടയില്ല, ബാത്റൂം സൗകര്യമില്ല. അപ്പോൾ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും അവിടെ ബാത്റൂം സൗകര്യം ഇല്ലാത്ത വലിയൊരു പ്രശ്നം തന്നെയാണ്. ചായക്കടയില്ല. അതൊക്കെ കാരണത്താലാണ് ഇപ്പോൾ വണ്ടികൾ അങ്ങോട്ട് പോകാത്തത്. പിന്നെ അവിടെ പോയിട്ട് അവിടെ നാട്ടുകാരൊന്നും അവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കാത്തു നിൽക്കുന്നില്ല. അവിടെ പോവുക, വെറുതെ പോവുക, തിരിച്ചു ചെയ്യാൻ വരിക. ഡീസൽ മാത്രം വെറും നഷ്ടത്തിലാവുകയാണ്. അവിടെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ കാത്തു നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പറയാം. ഇത് ആ ഉള്ളിൽ കൂടെ ഒരു ബസ് ഓടുന്നുണ്ട്. ആ ബസ് ഓടാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ആളില്ലാണ്ടായത്. അതിനു മുമ്പ് അങ്ങോട്ട് പോയിരുന്നോ? ഇതിനു മുന്നൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ. എത്ര കാലം മുമ്പ്? കൊറോണ മുന്നൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. കൊല്ലങ്ങൾ കുറയായില്ലേ? കൊറോണ കഴിഞ്ഞപ്പോൾ ആളുമില്ല, മനുഷ്യനും ഇല്ലാണ്ടായില്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ പോകാത്തത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പണിത മലമ്പുഴ ജലസേചന വകുപ്പിൻ്റെ ഉദ്യാന ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൊന്തക്കാടുകൾ പിടിച്ച് വളരെ അധികം പാമ്പ് ശല്യവും മറ്റ് ക്ഷുദ്രജീവികളുടെ ശല്യവും പട്ടിശല്യവും ഇവിടെ വർദ്ധിച്ചിരിക്കുകയാണ്. പട്ടി പെറ്റുകെടുക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ പാമ്പുകളും എലികളും തുരപ്പനും എന്നുവേണ്ട പന്നിക്കൂട്ടങ്ങളും ഇവിടെ സ്വൈരവിഹാരം നടക്കുകയാണ്. രാത്രിയായാൽ അഭിസാരികമാരും മദ്യപാനികളും തുടങ്ങി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഏറി വരികയാണെന്ന് പരിസരവാസികൾ പറയുന്നു. പക്ഷേ ധൈര്യമില്ലാത്തതിനാൽ അവരുടെ ആക്രമം ഭയന്ന് പരിസരവാസികളോ ഇത് കാണുന്നവരോ ആരും തന്നെ പ്രതികരിക്കാറില്ലെന്ന് പറയുന്നു. പോലീസ് പെട്രോളിംഗ് നടക്കുന്നുണ്ടെങ്കിലും മെയിൻ റോഡിലൂടെയാണ് പോലീസ് പെട്രോളിംഗ് നടത്തുന്നത്. എന്നാൽ പോലീസിൻ്റെ ശ്രദ്ധ ഈ വഴിക്ക് തിരിഞ്ഞ് ഇതിന് ഉള്ളിലൂടെ ബസ് സ്റ്റാൻഡിനകത്തൂടെ കയറി ഇറങ്ങിപ്പോയി പരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൊഴിലാളികളും ബസ്സുടമകളും പറയുന്നത്, മലമ്പുഴ ഉദ്യാന കവാടത്തിന് മുന്നിലെത്തിയാൽ യാത്രക്കാരെല്ലാം ഇറങ്ങുന്നു. 1.5 കിലോമീറ്റർ ബസ് സ്റ്റാൻഡിലേക്കും തിരിച്ചും വരുമ്പോൾ 3 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന സമയം, ഇന്ധന നഷ്ടം എന്നിവ കണക്കാക്കിയാണ് ആ പ്രദേശത്തേക്ക് പോകാത്തത്. മാത്രമല്ല, അവിടെ ചെന്നാൽ ശൗചാലയ സൗകര്യമില്ല, ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളോ ചായക്കടകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇങ്ങനെ കോടികൾ ചിലവഴിച്ച് നഷ്ടം വരുത്തി കെടുക്കുന്ന നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡ്. ഇരിപ്പിടങ്ങളെല്ലാം തുരുമ്പ് പിടിച്ചു തുടങ്ങി. ഒരു സെക്യൂരിറ്റിക്കാരൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ സെക്യൂരിറ്റിക്കാരനെയും കാണാനില്ല. കാരണം ഒരാൾ ഒറ്റയ്ക്ക് അവിടെ നിന്നാൽ രാത്രി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടായാൽ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, അയാളുടെ ജീവനും ഒരു പക്ഷേ അപകടത്തിലാവും എന്നും പറയുന്നു. ഇതിന് കർശനമായ ഒരു നടപടി എടുക്കേണ്ടതാണ്. വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്ത് ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം വിനോദസഞ്ചാരികളും നാട്ടുകാരും പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് നഷ്ടം വന്ന് കിടക്കുന്നത്. പൊന്തക്കാടുകൾ പിടിച്ചു കിടക്കുന്നത് നമ്മൾ കാണുന്നു. എത്രയും വേഗം നടപടിയാവണമെന്നാണ് ആവശ്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിക്ക് ഇപ്പോൾ മറ്റേ യാത്രക്കാർ കമ്മിയാണ്. ഡാമിൽ ഒന്നും കാണാനില്ല, അങ്ങനെയൊക്കെയാണ് യാത്രക്കാർ കംപ്ലയിൻറ്റ് പറയുന്നത്. പിന്നെ ഈ കുറച്ച് പിള്ളേർ, ഈ സ്റ്റുഡൻസുകൾ അത് ജോലി അടിക്കാൻ വരുന്നത് മാത്രമാണ് ഇപ്പോൾ ഡാമിക്ക് അധികം വരുന്നത്. അൺടൈമിൽ വെറുതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റുഡൻസിന് മാത്രമായിട്ടാണ് ഇപ്പോൾ ഐ ടിയും
ഇതേമാതിരിയുള്ള ഇവിടുത്തെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓരോ വണ്ടികളും മഹാനഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും കൂടി പോകുക പറഞ്ഞാൽ ഡീസൽ നഷ്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അവിടെ യാത്രക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിക്കാരെല്ലാവരും പോകാൻ തയ്യാറാണ്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.